ഹലോ. സോ ഇന്ന് ബേസിക് മാത്സിൻ്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് മൈനസും അതായത് അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോൾ പ്ലസും മൈനസും സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. അതായത് പ്ലസും പ്ലസും ആണെങ്കിൽ ആഡ് ചെയ്യണം, പ്ലസും മൈനസും ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം, മൈനസും ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് മൈനസിൻ്റെ സൈൻ ഇടണം. സോ ഇത് തന്നെയാണ് സബ്ട്രാക്ഷനിൽ നിന്നും പഠിച്ചു. ഇനി ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ അഡിഷനും സബ്ട്രാക്ഷനും ഏകദേശം ഒരേപോലെയാണ് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ. സോ ഇൻ ദിസ് വീഡിയോ അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇൻ ദിസ് ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പോവാം. സോ ഐ നോ 2 into 2 എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 4 ആണ്. 2 into 2 is 4. 10 into 5 എത്രയാണ്? 50. അതറിയില്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കണം. 5 into 0 0, 5 into 1 5, അപ്പോൾ 50. സോ 50. ഇനി 20 into 48 അല്ലെങ്കിൽ 48 into 20. എപ്പോഴും വലിയ നമ്പർ മുകളിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. സോ 20 into 48 ആണ്. 0 into 8 0, 0 into 4 0, 0 ഇടുക. 2 into 8 16, 2 into 4 8, 8 plus 1 9. സോ എത്രയാണ്? 960 ആണ് ആൻസർ വരുന്നത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് അപ്പോൾ തന്നെ നോക്കുക. ഓക്കെ. സോ 960 ആണ്. ഓക്കെ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ പോസിറ്റീവ് സൈൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സൈന് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇനി ഡിവിഷനാണ്. ഡിവിഷൻ 6/3. 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലേ? 6ഉം 3ഉം. സോ 6ൽ എത്ര? 3 ഉണ്ട് 2. അപ്പോൾ 2 into 3 6 0. സോ ഇത് എത്രയാണ്? 2. അപ്പോൾ ഇവിടെ വരുന്നതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി 25/2. 25/2 എന്ന് എഴുതിയാൽ 2ൽ എത്ര? 2 ഉണ്ട് 1. ഇനി അപ്പോൾ 1 into 2 2 0. ഇനി 5നെ താഴോട്ട് ഇട്ടു. 5ൽ എത്ര? 2 ഉണ്ട് 2. 2 into 2 4. ബാക്കി എത്രയാണ്? 1. അപ്പോൾ 1ൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടു. മുകളിലൊരു പോയിൻ്റ് ഇട്ടു. പോയിൻ്റ് ഇടുമ്പോൾ തന്നെ ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 ഇട്ട്. അപ്പോൾ 10ൽ എത്ര? 2 ഉണ്ട് 5. അപ്പോൾ 5 into 2 10. അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇതെത്രയാണ്? 12.5 എന്ന് കിട്ടും. ഓക്കെ. ഇത് സംഭവം ഈസിയാണ്, പക്ഷേ ഡിവിഷന് അറിയണം. ഓക്കെ. സോ ഈ ഡിവിഷൻ മനസ്സിലായല്ലോ. 25നെ ഡിവൈഡ് ചെയ്തത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പോയിൻ്റ് വരുന്നത് കൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. 25/2 എന്ന് പറഞ്ഞാൽ 2ൽ എത്ര? 2 ഉണ്ട് 1 0. ഓക്കെ. 1 into 2 ഇതിങ്ങനെ ചെയ്യാം. 1 into 2 2. അപ്പോൾ എത്രയാണ്? 2 minus 2 ഇവിടെ എത്രയാണ്? 0. ഇനി 5നെ താഴോട്ട് ഇട്ടു. 5ൽ എത്ര? 2 ഉണ്ട് 2. 2 into 2 4 ആണ്. ബാക്കി 1 ഉണ്ട്. ബാക്കി 1 ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും, പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഈ പോയിൻ്റ് ഇടുമ്പോൾ തന്നെ ഇവിടെ ഒരു 0 കൂടെ ഇട്ടു. 10ൽ എത്ര? 2 ഉണ്ട് 5. 5 into 2 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ആൻസർ 12.5. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ 100/4 എത്രയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതെല്ലാം ഈ ബേസ് പോലെ തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ. 100 divided by 4. സോ ഇവിടെ ഉള്ള ആളായിരിക്കണം നമ്മൾ ഉള്ളിൽ എഴുതേണ്ടത് ഇവിടെ ഉള്ള ആളായിരിക്കണം, ഫസ്റ്റിൽ വരുന്ന ആൾ. ഇപ്പോൾ 4 divided by 100 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് 4/100 എന്നാണ്. അത് ഞാൻ ചെയ്തു തരാം. സോ ആദ്യം 100/4 ചെയ്യാം. 10ൽ എത്ര? 4 ഉണ്ട് 2. 2 4s are 8. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 2. മൈനസ് ചെയ്താലാട്ടോ. 10 - 8 എത്രയാണ്? 2. എന്നിട്ട് 0നെ താഴോട്ട് ഇട്ടു. സോ 20ൽ എത്ര? 4 ഉണ്ട് 5. 5 4s are 20. അപ്പോൾ നമുക്ക് 0 കിട്ടി. 0 ബാലൻസ് ആയി കിട്ടിക്കണമെങ്കിൽ പിന്നെ ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. സോ 0 അല്ലാത്ത ബാലൻസ് വന്നപ്പോൾ 1 2 3 4 5 6 7 8 9 ഒക്കെ വന്നാൽ നമുക്ക് പോയിൻ്റ് ഇട്ടിട്ട് ചെറിയ വാല്യൂസ് ആക്കി എടുക്കാം. സോ 100/4 എത്രയാണ്? 25. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 4/100 എത്രയാണെന്ന് ചോദിച്ചാലോ. അതായത് 4/100 ചോദിച്ചാൽ 4/100 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 ഇവിടെ 100 ഇവിടെ. 4ൽ 100 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. പോയിൻ്റ് ഇടുന്നതിന് മുന്നേ ഒരു 0 ഇടുന്ന ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. പോയിൻ്റ് 0 ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, എന്നാലും പോയിൻ്റ് ഇട്ടു. പോയിൻ്റ് ഇട്ടാൽ അപ്പം തന്നെ എന്തിടണം? ഇവിടെ 0 ഇടണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 0 ഇട്ടു. ഇനി നോക്കുമ്പോൾ 100ൽ എത്ര? 4 ഉണ്ട്. 100ൽ 40 ഉണ്ട്. 40ൽ എത്ര? 100 ഉണ്ട്. ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു 0 ഇടുക. അതുപോലെ ഇവിടെ 0, അവിടെ പോയിൻ്റ് അല്ലേ ഇനി ഇടേണ്ടി. സോ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ പോയിൻ്റ് അല്ല, പിന്നെ 0 ആണ് ഇടേണ്ടത്. സോ ഒരു പോയിൻ്റ് മാത്രം മതി ഒരു ഇതിൽ, ഒന്നിലധികം പോയിൻറ്റ്സ് വേണ്ട. സോ ആദ്യത്തെ 0ക്ക് ഒരു പോയിൻ്റ് ഇട്ടു, രണ്ടാമത്തെ 0ക്ക് ഒരു 0 ഇട്ടു. ഇനി ഇതിലെത്ര? 400ൽ എത്ര 100 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 400s are 400.
ഓക്കെ, അപ്പോൾ നമുക്ക് 0 കിട്ടിയില്ല. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 0.04. ഇനി ഇതല്ലാതെ ഒരു ഈസി മെത്തേഡും കൂടെ പറഞ്ഞുതരാം. 4/100 എന്ന് പറഞ്ഞാൽ 100ൽ എത്ര 0 ഉണ്ട്? 2 0. ഈ സീറോകൾ വരുമ്പോൾ 10s 100s 1000s ഒക്കെ വരുമ്പോഴാണ് ഇത് ഈസി ആകുന്നത്. സോ 0 വരുമ്പം എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ 2 പോയിന്റ് വേണം. അതായത് 40.0. അതായത് ഒരു പോയിന്റ് 2 പോയിന്റ് കാണിച്ചു തരാം. ഒരു പോയിൻ്റാണ് ഇത്, രണ്ടാമത്തെ പോയിൻ്റാണ് ഇത്. ഇവിടെ പോയിന്റ് ഇടുക. സോ 0.04 എന്നായിരിക്കും വരിക. 2 0 ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 2 0 ഉണ്ടെങ്കിൽ ഇവിടെ 2 പ്ലേസ് ഉണ്ടാകും. ഇത് കൂട്ടത് പോയിന്റിന് ശേഷം 2 പ്ലേസസ് ഉണ്ടാകും. സോ അതാണ് അവിടെ പറഞ്ഞത്. സോ ഇത്രയും മനസ്സിലായോ? ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്ലസ്സും വന്നാൽ. അതായത് ഒരു നമ്പർ പ്ലസ് ഇൻറ്റു പ്ലസ് എത്രയാണ്? പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ആയിട്ട് കൊടുക്കുക. മൈനസ് ഇൻറ്റു മൈനസ് ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇൻറ്റു മൈനസ് ആണെങ്കിലും മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിലും മൈനസ്. അതുപോലെ തന്നെയാണ് ഡിവിഷൻ. പ്ലസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ പ്ലസ്, പ്ലസ് ഡിവൈഡഡ് ബൈ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് ആണെങ്കിലും പ്ലസ്, പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് അതാകുമ്പോൾ മൈനസും, മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് ആണെങ്കിലും മൈനസ് ആയിരിക്കും. സോ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോ 10 × 10 എത്രയാണ്? 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 10 × 10 0, 0 × 1 0. രണ്ടാമത്തെ പോയിന്റ് 1 × 0 0, 1 × 1 1. അപ്പോൾ എത്ര കിട്ടി? 100. ഓക്കെ. 10 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിലോ? 10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ ഉള്ളിലും 10 പുറമേയും 10. 10ൽ എത്ര 10 ഉണ്ട്? 1. 1 × 10 0. അപ്പോൾ ഇവിടെ 0 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടി. ഇനി മൈനസ് 10 × 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 100 കിട്ടും. എന്നിട്ട് മൈനസിൻ്റെ സൈൻ ഇവിടെ ഇട്ട് കൊടുക്കുക. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മൈനസ് കാണുന്നുണ്ടെങ്കിൽ ആ മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഡിവിഷൻ ആണെങ്കിലോ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് മൈനസ് എവിടെ കാണുന്നുണ്ടോ ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി 2 മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് എന്നായിരിക്കും. 3 മൈനസ് ഉണ്ടെങ്കിലോ ഇപ്പോൾ -10 ഡിവൈഡഡ് ബൈ ഇൻറ്റു പറയാം. -10 ഇൻറ്റു -10 ആണെങ്കിൽ നമുക്ക് -1000 എന്നാണ് കിട്ടുക. -1000 എന്നാണ് കിട്ടുക. സോ 3 ടേമിനും മൈനസ് ഉണ്ടെങ്കിൽ -1000. 2 ടേമിനുണ്ടെങ്കിൽ +100 എന്നാണ് കിട്ടുക. 2 ടേമിനുണ്ടെങ്കിൽ +100 എന്നാണ് കിട്ടുക. സോ ഇപ്പോൾ ഞാൻ പറയാം ഇതിനും മൈനസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ 100 തന്നെയാണ് കിട്ടുക. ഓക്കെ. ഇനി 8/3. 8/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 8/3. 8ൽ എത്ര 3 ഉണ്ട്? 8ൽ എത്രയാണ്? 2 3. 2 × 3 6 ആണ്. ബാക്കി 2 റിമൈൻഡർ 2 ആകാൻ പറ്റൂല. നമുക്ക് മാക്സിമം 0 ആക്കാൻ നോക്കാം. അപ്പോൾ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട ഉടനെ തന്നെ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 20ൽ എത്ര 3 ഉണ്ട്? 6. 6 3s are 18. ബാലൻസ് എത്രയാണ്? 2. വീണ്ടും ഇവിടെ ഇനി പോയിന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 0 ഇടുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 0 ഇട്ട് കൊടുക്കുക. സോ ഇവിടെ 0 ഇട്ടപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഒന്നും ഇടണ്ട കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നും. ഇനി ഇവിടെ 0 ഒന്നും ഇടണ്ട. സോ 3 × 20 എത്രയാണ്? 20ൽ എത്ര 3 ഉണ്ട്? 6. 6 × 3 18. അത് അങ്ങനെ പോകും. സോ 2.666 എന്നാണ് വരിക. 2.666 എന്ന് വരും. സോ ഇവിടെ മൈനസ് ഉണ്ട്. ഒരു മൈനസ് ആണുള്ളത്. അതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി -36/16 ചെയ്ത് നോക്കാം. -36/16 ആണ് ചെയ്യുന്നത്. സോ ഓക്കെ, -16 ആണ് ഉള്ളിൽ എഴുതേണ്ടത്. മാറിപ്പോകരുത്. 36 പുറത്താണ്. വലുത് ചെറുതൊന്നും ഇവിടെ ഇല്ല. ആരാണോ ഇവിടെ ഉള്ളത് അയാളെ ഉള്ളിൽ എഴുതണം. ഓക്കെ. 16ൽ എത്ര 36 ഉണ്ട്? ഇല്ല. അപ്പോൾ 0. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട ഉടനെ ഇവിടെ 0 ഇടണം. 160ൽ എത്ര 36 ഉണ്ട്? ഏകദേശം 4ൻ്റെ അടുത്തുണ്ട്. 436 എത്രയാണ്? 144 ആണ്. സോ 4ൻ്റെ അടുത്തുണ്ട്. സോ 436 എത്രയാണ്? 144 ആണ്. സോ ഇവിടെ റിമൈനിങ് എത്ര ഉണ്ടാകും? 6 ഉണ്ടാകും. 5 - 4 1 ആയിരിക്കും. 16 തന്നെ കിട്ടും. ഓക്കെ. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇതിൻ്റെത് -0.44 ആയിരിക്കും. മൈനസ് വന്ന് എന്താണെന്ന് വെച്ചാൽ 0.44 ആണ് പറഞ്ഞാൽ ഇത് വീണ്ടും 16 ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ സൈന് ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് ഈ മൈനസ് ഇട്ട് കൊടുത്തത്.
100 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 48 ഇൻറ്റു 2 0 ഇട്ട് കൊടുത്താൽ മതി. അത്ര ചെയ്താൽ മതി, നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഇനി 550 ഇൻറ്റു 205 എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 550 വലുതിന് ആദ്യം എഴുതാം. 550 ഇൻറ്റു 205 0 5 ഇൻറ്റു 5 25 5 ഇൻറ്റു 5 25 26 27 കിട്ടും. 0 0 0 0 പിന്നെയും 2 0 ഇട്ട് എടുക്കണം. 0 5 ഇൻറ്റു 2 10 5 ഇൻറ്റു 2 10 11 കിട്ടും. സോ 0 5 7 2 1 1. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഒന്നും കൂടി അടിച്ചു നോക്കുക. 550 ഇൻറ്റു 205. അപ്പോൾ നമുക്ക് ആൻസർ എന്താണോ? ഇത് 1 ആട്ടോ ഇവിടെ. 112750 ആയിരിക്കും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. സോ ഇവിടെ 1 ഓക്കെ, ഇവിടെ 1 കാണാനായിട്ടാണ്. സോ ഇതാണ് ആൻസർ. ഇനി ഇതിലൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ -112750 എന്ന് കിട്ടും. ഓക്കെ, ഇനി 53 ഇൻറ്റു 37. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്വയം ചെയ്ത് നോക്കുമോ? ഓക്കെ, 53 ഇൻറ്റു 37 കൂടെ ചെയ്ത് തരാം. 53 ഇൻറ്റു 37 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 21 ആണ്. 7 ഇൻറ്റു 5 35 36 37 0 9 5 ഇൻറ്റു 3 15. സോ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ 1 7 പ്ലസ് 9 എത്രയാണ്? 16 8 9 1 9 6 1 എന്ന് കിട്ടും. സോ ഇത് 1961 ആണ്. സോ രണ്ടിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് 2 മൈനസ് വന്നാൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് പോസിറ്റീവ് സൈൻ. ഇനി 25/32 ആണ് അടുത്തത്. 25/32 എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പോയിൻ്റ് എത്ര കിട്ടും? ഇപ്പോൾ പറഞ്ഞുതരാം. സോ 0.78125 എന്ന് കിട്ടും. ആൻഡ് ഇതിന് 2 മൈനസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ഇനി 8 ഇൻറ്റു 102 ചെയ്താൽ എത്രയാണെന്ന് ചോദിച്ചാൽ 816 കിട്ടും. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. ഇനി 23/47 ചെയ്താൽ എത്ര കിട്ടും? 0.489. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് വരും. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഇതാണ്, കോംപ്ലിക്കേറ്റഡ് എന്നാണെന്ന് വിചാരിക്കരുത്. ഈസി പറഞ്ഞുതരാം. 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 5. ഇനി -10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? -5. അതുപോലെ 10 ഡിവൈഡഡ് ബൈ -2 എത്രയാണ്? 5. ഇത് ഈ മൈനസ് കൊടുക്കുക, -5. ഓക്കെ, ഇനി -10 ഡിവൈഡഡ് ബൈ -2 ആണെങ്കിലോ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇത് 5 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഡിവിഷൻ്റെത് അങ്ങനെ, മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ തന്നെ. 10 ഇൻറ്റു 2 എത്രയാണ്? 20. -10 ഇൻറ്റു -2 എത്രയാണ്? 2 മൈനസ് വന്നപ്പം +20. -10 ഇൻറ്റു 2 എത്രയാണ്? -20യും 10 ഇൻറ്റു -2 എത്രയാണ്? അതും -20. ഓക്കെ, ഇനി അടുത്ത ഒന്നുകൂടി നോക്കാം. -2 ഇൻറ്റു -2 ഇൻറ്റു 2 എത്രയാണ്? 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 ആണ്. 2 മൈനസ്സേ ഉള്ളൂ, മൂന്നാമത്തേന് പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് തന്നെ. -2 ഇൻറ്റു -2 ഇൻറ്റു -2 എത്രയായിരിക്കും? അപ്പം -8 ആയിരിക്കും, കാരണം 3 മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിരിക്കും. പിന്നെ ഒരു മൈനസ് വന്നപ്പം അതിന് മൈനസ് വരും. ഓക്കെ, ഇനി -2 ഡിവൈഡഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1 ആണ്. എന്നിട്ട് എന്തിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക? ഡിവൈഡ് ആട്ടോ, ഇത് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. കാരണം മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഓക്കെ, ഡിവിഷൻ എപ്പോഴും 2 കൂടുതൽ വരില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴാണ് സൈൻ ഒന്നുകൂടി നോക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം ഞാൻ ഏതൊരു പ്രോബ്ലം പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്, അത് ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. 100 ഡിവൈഡഡ് ഇത് തന്നെയാണ്. ഈ ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. അതായത് ശരിക്കും ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ സിമ്പിൾ മെത്തേഡ് ചെയ്താൽ മതി. ഈ സിമ്പിൾ മെത്തേഡ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 100 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 4/100 ആയിരുന്നില്ലേ? 4/100 ആണ്. സോ 4 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 100ൽ 4 ഉണ്ടോ? ഇല്ല. പോയിൻ്റ് ഇട്ട ഉടനെ 0 ഇടുക. ഓക്കെ,
അപ്പോൾ 4-ലില്ല, ഇതിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു 0 ഇട്ടത്. ഓക്കെ, പിന്നെ ആ 0 ഇട്ടപ്പോൾ ഇവിടെ ഒരു 0 കൂടി ഇട്ടു, കാരണം ഇവിടെ ഇല്ല. ചില നേരത്തെ ഇവിടെ ഇട്ടപ്പോൾ ഉണ്ട്, അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിന്റ് പിന്നെ 0 ഇടാത്തത്. സോ ഈ 0 ഇട്ടിട്ടും ഇവിടെ വന്നിട്ടില്ല, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടില്ലെങ്കിലാണ്. ഇനിയിപ്പോൾ 1000 ആണെങ്കിലോ ഇവിടെ 4000 എഴുതണമെങ്കിൽ ഇവിടെ ഒരു 0 കൂടെ ഇടണം. ഓക്കെ, സോ അതാണ് വ്യത്യാസം. ഞാൻ ചെയ്തതിലല്ല തെറ്റ്, പറഞ്ഞതിലൊന്ന് മാറിപ്പോയതാണ്. സോ പ്ലസ് ഇൻറ്റു പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. സോ സൈൻ്റെ സ്ഥലത്താണ് ഒരു മാറ്റം വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.